അപ്പം ഇതാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന വീട്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു മാവുണ്ട് കേട്ടോ, ചെറിയൊരു മാവ് മരമാണ്. അത് കൊള്ളാം, മാവ് കായ്ക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ സംഭവം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കറിവേപ്പിലുണ്ട്. നമ്മളെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ചില സമയത്ത് ഇത് ഇല്ലാതെ ഒന്നും പറ്റേയില്ല, എന്നാലോ ഇത് കിട്ടാനും ചിലപ്പം പാടായിരിക്കും, മാർക്കറ്റ് പോകേണ്ടി വരും. ഇതൊരു കറിവേപ്പില മരമാണ്. പിന്നെ സാധാരണ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ ഒരു വാട്ടറിൻ്റെ കണക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഗ്രാമപ്രദേശമാണ്. ഈ കണ്ടില്ലേ കവുങ്ങ്, ഒരുപാട് കവുങ്ങ്, താഴ്വര, ഒരു ചെറിയൊരു കനാല്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെറിയൊരു വലിയൊരു കനാലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാമിൽ നിന്ന് തുറന്നു വരുന്ന വെള്ളം, അതുകൊണ്ട് അവിടെ ആയിട്ട് വരും. ഡാമിൽ നിന്ന് തുറന്നു വരുന്ന വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് അവിടെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇത് വീട്ടിൻ്റെ സൈഡിലുള്ള മറ്റൊരു തെങ്ങാണ്. വീട്ടിൻ്റെ മുറ്റത്തൊരു ഐശ്വര്യമാണല്ലോ അത്. പിന്നെ പണ്ടുള്ളവർ പറയുന്ന പോലെ പിന്നെ മുറ്റത്ത് കിണർ വെള്ളം എന്ന് പറയുന്ന പോലെ നമ്മുടെ മുറ്റത്തായിട്ട് ഒരു കിണറുണ്ട്. അപ്പോൾ ഈ ഒരു കിണറെന്ന് പറയുന്നത് നിറച്ചും വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൽ കുരുമുളകുണ്ട്, 2 സെറ്റ് കുരുമുളക് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവങ്ങളുണ്ട് ഇവിടെ, പട്ടിക്കൂടായിട്ട് നമുക്ക് കണക്കൂട്ടാം. പിന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു സിറ്റ് ഔട്ടാണ്, ഒരു വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്ന വലിയൊരു ഹാളിലോട്ടാണ്. നമ്മൾ ഹാളിലോട്ട് കയറുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തണുപ്പ് കിട്ടാനായിട്ട്. ഇത് ഹാളെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ ഹാളാണ്. ഹാളിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഇതുണ്ട്, വാഷ് ബേസിനുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു സ്റ്റെയർ റൂം ഉണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ മുകളിലൊരു ബെഡ്റൂം ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂമാണ് ഇത്. അത്യാവശ്യം വെളിയിൽ നിന്നും വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബാത്റൂമാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പോയി കാണിക്കാൻ പോകുന്നത് നമുക്ക് കിച്ചണാണ് കേട്ടോ. ഈ കിച്ചൺ എന്ന് പറയുമ്പം കിച്ചൺ ആണല്ലോ, കിച്ചൺ എന്നാണല്ലോ അടുക്കളയെ പറയുക. അപ്പോൾ അടുക്കള എന്ന് മലയാളത്തിലും കിച്ചൺ എന്ന് ഇംഗ്ലീഷിലും പറയും. ഇയാളാണ് അടുക്കളക്കാരി. അടുക്കളക്കാരി വലിയ തിരക്കിലാണ്, അടുക്കളയുടെ തിരക്കിലാണ്. ഇത് ചിക്കൻ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ചിക്കൻ വാങ്ങിച്ചിട്ട് ചിക്കൻ നമുക്ക് ഇച്ചിരി ബിരിയാണി വെക്കാം എന്നുള്ള രീതിയിൽ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ വന്നതാണ്, താമസം തുടങ്ങിയതാണ്. അപ്പോൾ ഇത് മുകളിലത്തെ ബെഡ്റൂം കാണിച്ചു തരാം. മുകളിലത്തെ ബെഡ്റൂം എന്ന് പറയുമ്പം ഒരു വലിയൊരു ബെഡ്റൂമാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്, നല്ല വലിയ ബെഡ്റൂമാണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബെഡ്റൂമാണ്. കാരണം പറഞ്ഞാൽ താഴത്തെ ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും കൂടെ ഒന്നാക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബെഡാ ബാത്റൂം, ടോയ്ലറ്റ്, വിശാലമായിട്ടുള്ളൊരു ടോയ്ലറ്റ്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ വെറും വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മളെ മുകളിലെ സിറ്റ് ഔട്ട് ബാൽക്കണി. ഇവിടെ നിന്നുകൊണ്ട് നല്ല വ്യൂ ആണ് കണ്ട. പഴയ ആളുകൾ പറയുന്ന പോലെ ഇവിടെ ഇരുന്നു കൊണ്ട് വൈകിട്ട് ഒരു 2 വീശി ഈ പ്രകൃതിയെ നോക്കി ജീവിതത്തിൻ്റെ വരുന്ന ദിവസങ്ങളിലോട്ടുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ആ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലയപ്പം വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഇലയുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പില, നമ്മൾ കണ്ണൂരൊക്കെ ഉപ്പില എന്ന് പറയും, പക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് വട്ടയില എന്ന് പറയും. നല്ല ഈ കാലത്ത് നമ്മുടെ വീടുകളിൽ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു കാര്യം ഞാനത് കാണിച്ചു തരാം. അന്യം നിന്ന് പോയിട്ടുള്ളതാണ്, വളരെ വളരെ റയറായിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ഇത് നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ, തുണി കഴുകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെയും വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷെ നമ്മൾ കൊണ്ടുവന്നില്ല. അപ്പം വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ എന്തുമാത്രം ഈ ഒരു ജോലി ബുദ്ധിമുട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ആ ഒരു തെളിവാണ് ഈ ഒരു ഇത്. കാര്യം എന്തുമാത്രം ജോലി ആ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കേട്ടോ. കാര്യം അതിലാകുമ്പോൾ ഒന്നും അറിയണ്ട, തുണി വാരിയിട്ട് സർഫ് പൊടിയും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വാരിയിട്ട് ഉണക്കിയാൽ മതി, ഉണക്കാനിട്ടാൽ മതി. പക്ഷേ ഇതല്ല, ഇത് ഒരു സമയം തന്നെ ഇതിനായിട്ട് കണ്ടെത്തണം. അത്തരത്തിലുള്ളൊരു സംഭവമാണ്. ഇനി വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒരു അന്യം നിന്ന് പോകുന്ന ആ ഒരു കല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം വീടുകളിൽ ചെയ്തിട്ടുള്ള ജോലികളൊക്കെ പണ്ട് ആട്ടുന്ന മാവ് ആട്ടുമായിരുന്നു വൈകുന്നേരങ്ങളിൽ, അതുപോലെ തന്നെ അരി പൊടിക്കുമായിരുന്നു ഇടിച്ച്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക്, ഗൃഹാതുതത്വത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്.